ഹലോ അർമീസ്, ഇന്നലെ ചെങ്കുക്ക് ലൈവിൽ വന്നതിന്റെ ചെറിയൊരു ട്രാൻസ്ലേഷൻ ആണിത്. ചെങ്കുന്റെ ഈ ലൈവ് 2.5 മണിക്കൂറോളം ഉണ്ടായിരുന്നല്ലോ. സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം. ചെങ്കിന്റെ 2024 ഫസ്റ്റ് ലൈവ് ആയിരുന്നു ഇത്. അവസാനത്തെ ലൈവ് മിലിറ്ററി എൻലിസ്റ്റ്മെന്റിന് മുന്നായിരുന്നു. ഫസ്റ്റ് തന്നെ വിവേഴ്സിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടാണ് ആള് ലൈവിലോട്ട് വന്നത്. ചെങ്കിന് മിലിറ്ററിയിൽ ഇപ്പോൾ വെക്കേഷൻ ആണ്, അതുകൊണ്ടാണ് ചെങ്കുക്ക് ലൈവ് വന്നത്. ഞാൻ എന്റെ പുതിയ ഹൗസിലോട്ട് മൂവ് ചെയ്തു. പക്ഷെ നിങ്ങൾ ആരും എന്റെ വീട് അന്വേഷിച്ച് വരത്തില്ലെന്ന് ഞാൻ കരുതുന്നു. കാരണം കുറെ ഗിഫ്റ്റ് ഒക്കെ ഇവിടെ വരാറുണ്ട്. പക്ഷെ അതിനൊക്കെ എനിക്ക് നന്ദി ഉണ്ടെങ്കിലും ഇതൊന്നും എനിക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കൂടാതെ മിലിറ്ററിയിലോട്ടും ഓരോരുത്തരൊക്കെ ഗിഫ്റ്റ് അയക്കാറുണ്ട്. അതും എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്തതാണ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സത്സംഗുകളൊക്കെ വീട് അന്വേഷിച്ച് സ്റ്റോക്കിംഗ് പ്രോസസ് ഒക്കെ ആയിട്ട് വരുന്നതിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. പിന്നെ ചെങ്കുക്ക് ആർമീസിനെ ഒരുപാട് മിസ് ചെയ്തു, അതുകൊണ്ടാണ് ഈ ലൈവ് വന്നെന്നും പറഞ്ഞു. ലൈവ് കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും ചെങ്കുക്കിന്റെ പുതിയ ഹൗസിന്റെ ഒരു ഹോം ടൂർ ഒക്കെ ആർമീസിന് കൊടുക്കുന്നുണ്ട്. ആർമീസ് ഉണ്ടാക്കാറുള്ള AI കവേഴ്സ് ഒക്കെ കേൾക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ അതൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു. നെക്സ്റ്റ് സോങ് ഏതാണ് പാടേണ്ടതെന്ന് ചെങ്കുക്ക് സജഷൻ ചോദിക്കുമ്പോൾ ആർമീസ് APT എന്ന് പറയുന്നു. അപ്പോ എന്നെ കൊണ്ട് ഇത് പാടാൻ പറ്റുമോ എന്ന് അറിയില്ല. ബ്രൂണോ മാർസിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്, അദ്ദേഹം ഒരു ഗ്രേറ്റ് ജോബാണ് ചെയ്തതെന്നും പറയുന്നുണ്ട്. എന്നിട്ട് ആ പാട്ട് ഹം ചെയ്യുന്നു. ചെങ്കുക്കിന്റെ സൺബേനിംസ്, അതായത് സീനിയേഴ്സ് ഒക്കെ പാടിയിട്ടുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ ചെങ്കുക്ക് പറയുന്നുണ്ട്, ഇപ്പൊ ആളുകളൊക്കെ നന്നായിട്ട് സിംഗ് ചെയ്യുന്നുണ്ട്, എന്റെ കോൺഫിഡൻസ് ഒക്കെ കുറച്ച് കുറയുന്നുണ്ടെന്ന് ചെങ്കുക്ക് തമാശ രൂപേണ പറയുന്നുണ്ട്. മിലിറ്ററിയിലാണെങ്കിൽ ജിമ്മിനും ചെങ്കുക്കും ഒരുപാട് സോങ്സിനെ കുറിച്ച് സംസാരിക്കാറുണ്ടെന്നും ഒഴിവു സമയങ്ങളിൽ പ്രത്യേകിച്ച് ആളുകളുടെ അടുത്തുനിന്ന് മാറി നിന്ന് വളരെ ലൗഡായിട്ട് സിംഗ് ചെയ്യാറുണ്ടെന്നും ഒപ്പം ഇനി നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നും ഇവർ പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്ന് ചെങ്കുക്ക് പറഞ്ഞിരുന്നു. പിന്നെയും APT സോങ് സിംഗ് ചെയ്യാൻ പറയുമ്പോൾ ചെങ്കുക്കാണെങ്കിൽ എനിക്കതിന്റെ ലിറിക്സ് അറിയത്തില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാന്നും പറഞ്ഞ് ആ സോങ് നന്നായിട്ട് സിംഗ് ചെയ്യുന്നുണ്ട്. ശേഷം ജിന്നിന്റെ ഹാപ്പി ആൽബത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് ഇത് വളരെ നന്നായിട്ട് ജിന്നിന് സ്യൂട്ട് ചെയ്യുന്നതാണെന്നും ഇതുപോലുള്ള ചിയർഫുൾ സോങ്സ് അദ്ദേഹത്തിന് വളരെ ചേരുമെന്നും ജിൻ പറയുന്നു. ഒപ്പം ജിമ്മിന്റെ സോങ്സ് ആണെങ്കിൽ അത് വളരെ സ്പെഷ്യലൈസ്ഡ് ആണെന്നും ജിമ്മിന്റെ സ്റ്റൈലിൽ മേക്ക് ചെയ്തതാണെന്നും പറയുന്നു. ശേഷം ചെങ്കുക്ക് പറയുന്നുണ്ട്, വെക്കേഷന് ഞാൻ ഹോബി ഹയോങ്ങിനെയും ജിൻ ഹയോങ്ങിനെയും മീറ്റ് ചെയ്താലോ എന്നൊക്കെ കരുതുന്നുണ്ട്. ഞാൻ ഹോബിയെ കുറച്ചു നാൾ മുമ്പ് വിളിച്ചായിരുന്നു. അപ്പൊ ഹോബി ആണെങ്കിൽ ഹേ ജെക്കെ ആർ യു ഡൂയിങ് വെൽ എന്നൊക്കെ ചോദിച്ചു. ചെങ്കുക്കാണെങ്കിൽ ഐ എം ഡൂയിങ് വെൽ, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായി പോകുന്നെന്ന് പറഞ്ഞപ്പോ ജേഹോപ്പ് പറഞ്ഞത്, ഹോ എനിക്ക് ഇവിടുത്തെ കാര്യമൊന്നും ഓർക്കാൻ കൂടി വയ്യ, മിലിറ്ററിയിലെ കാര്യം എങ്ങനെ കഴിഞ്ഞു പോയെന്ന് എനിക്ക് അറിയത്തുള്ളൂ എന്ന രീതിയിലായിരുന്നു ഹോബി സംസാരിച്ചതെന്ന്. എന്നിട്ട് ചെങ്കുക്ക് പറയുന്നുണ്ട്, ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഹോബിക്ക് അവിടെ ഒരു ഹാർഡ് ടൈം ആയിരുന്നു എന്ന്. ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും ആർമീസ് കുറച്ച് സോങ്സ് ഒക്കെ ചെങ്കുക്കിന് സിംഗ് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആർമീസ് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് സോങ്സ് ഒന്നും ചെങ്കുക്കിന് അറിയത്തില്ലാത്തതുകൊണ്ട് ഐ എം സാഡ് എന്ന് ചെങ്കുക്ക് പറയുന്നുണ്ട്. ശേഷം വിന്റർ ഹെഡ് പാടുന്ന ചെങ്കുക്കിന് ഐ വിൽ ബി വിത്ത് എന്ന ആ ഭാഗം മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് സോറിയൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സോങ്സ് ഒന്നും ഇപ്പോൾ അറിയത്തില്ല, പക്ഷെ ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആർമീസ്. മറ്റുള്ള ആർട്ടിസ്റ്റുകൾ സിംഗ് ചെയ്യുന്നതും പെർഫോം ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്കും അതുപോലെ തന്നെ പെർഫോം ചെയ്യണമെന്നുണ്ട്. എന്റെ ഇൻസെക്യൂരിറ്റി ഒന്നും ആയിരിക്കത്തില്ല, എന്നാലും അതർ ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ എനിക്കും പെർഫോം ചെയ്യാൻ തോന്നുന്നുണ്ട് പഴയതുപോലെ. എന്തായാലും ഞാൻ അവസാനം എൻഡ് അപ്പ് ചെയ്യുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ്. കഴിഞ്ഞ തവണ ഞാൻ സ്റ്റിൽ വിത്ത് ലൈവിൽ പാടാമെന്ന് പ്രോമിസ് ചെയ്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പാടാതിരിക്കുന്നത് എങ്ങനെ, അതുകൊണ്ട് സ്റ്റിൽ വിത്ത് പാടിയേക്കാം അങ്ങനെ പറഞ്ഞിട്ട് ചെങ്കുക്ക് സ്റ്റിൽ വിത്ത് സോങ്ങും പാടുന്നുണ്ട്. ശേഷം ലൈവിൽ BTSന്റെ സോങ്സ് സിംഗ് ചെയ്യാവോന്ന് ആർമീസ് ചോദിക്കുമ്പോൾ ചെങ്കുക്ക് പറയുന്നുണ്ട്, ഇല്ല ഇപ്പൊ ഞാനത് സിംഗ് ചെയ്യുന്നില്ല, കാരണം എനിക്കത് ബാക്കി മെമ്പേഴ്സിന്റെ കൂടെ ടുഗദർ ആയിട്ട് ഒരുമിച്ച് പാടണമെന്ന്. പിന്നെ ലൈവ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ചെങ്കുക്കിനാണെങ്കിൽ ഇടയ്ക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു, വായിക്കോട്ടൊക്കെ വിടുന്നുണ്ട്, കാരണം അവിടെ 1 മണിയായിരുന്നു സമയം. പിന്നെയും കുറച്ച് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് ചെങ്കുക്ക് പറയുന്നുണ്ട്, ഞാൻ എന്നാ പോവാണ് ഗായ്സ്, കാരണം എനിക്കാണെങ്കിൽ നാളെ ജീവനോട് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കാരണം അത്രയ്ക്ക് ആൾക്ക് ഉറക്കം വരുന്നുണ്ട്. പിന്നെയും പാട്ട് കണ്ടിന്യൂ ചെയ്ത ചെങ്കുക്കാണെങ്കിൽ, ഓ ഇത് ശരിയാവുന്നില്ലല്ലേ, ഇതങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല, എന്നാൽ ഞാൻ ഉറങ്ങാൻ തന്നെ പോവാണെന്ന് പറയുന്നു. വീണ്ടും പോവാന്ന് പറഞ്ഞിട്ട് ചെങ്കുക്ക് പോകാതെ, എനിക്ക് ഇനിയും പിയേഴ്സിങ്സ് ഒക്കെ വേണമെന്നുണ്ട്, ഇപ്പൊ ഭയങ്കര അതൊന്നും ഇല്ലാഞ്ഞിട്ട് empty ആയിട്ട് തോന്നുന്നു, എന്നാ ശരി ഞാൻ പോവാ എന്ന് പറഞ്ഞ് വീണ്ടും സ്ക്രീനിൽ കുറച്ചു നേരം നോക്കി നിന്നിട്ട്, ഞാൻ ഇത് 20 മില്യണിൽ കൂടുതൽ വ്യൂവേഴ്സ് ആവുകയാണെന്ന് നോക്കുക, പക്ഷെ ആകുന്നില്ലെന്ന് തോന്നുന്നു. ആയല്ലോ, എന്നാ ഞാൻ ശരിക്കും പോവാണെന്ന് പറഞ്ഞ് ചെങ്കുക്ക് ലൈവിൽ നിന്ന് പോകുന്നു. ചെങ്കുക്കിനാണ് ഏറ്റവും കൂടുതൽ ലൈവിൽ വ്യൂസ് ഉള്ള ആള്. ചെങ്കുക്കാണെങ്കിൽ ചെങ്കുക്കിന്റെ തന്നെ റെക്കോർഡ് പൊട്ടിച്ച് പുതിയ റെക്കോർഡ് ഇട്ടിട്ടാണ് ലൈവ് കഴിഞ്ഞ് പോയത്. അയ്യോ, ഒരു ഐക്കോണിക് കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. ചെങ്കുക്ക് ഡൈ വിത്ത് എ സ്മൈൽ ബൈ ബ്രൂണോ മാർസ് ആൻഡ് ലേഡി ഗഗയുടെ സോങ് പാടിയിട്ടുണ്ടായിരുന്നു. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ആണിത്. വിത്ത് കുറെ ടൈം ഞാനും മറ്റു ആർമീസിന്റെ കൂടെ ഈ സോങ് സജസ്റ്റ് ചെയ്തിരുന്നു. സോ ചെങ്കുക്കിന്റെ ഈ 2.5 മണിക്കൂറുള്ള ലൈവിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് കമന്റ് ഇട്ട് ഓർമ്മിച്ചേക്കണേ.